ദുർഗ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്ന വിഷയം എന്ന് പറയണത് നമ്മുടെ ജീവിതചര്യം എങ്ങനെ, അതായത് ഗർഭവും ജനനവും എന്ന ഒരു സർവദോഷ നിവാരണി എന്ന ഗ്രന്ഥത്തിൽ കൊടുത്ത കുറച്ച് നിർദ്ദേശങ്ങളാണ്. അതായത് നമ്മളുടെ ഒരു ഗർഭിണിയാകുമ്പോൾ ആ ഗർഭിണി ആവണതും എങ്ങനെ ആയിരിക്കണം എന്നുള്ളതും അതിനെക്കുറിച്ച് കുറച്ച് വിശദീകരണമാണ് പറയുന്നത്. അതായത് അത് എന്തൊക്കെ നിർദ്ദേശങ്ങളാണ് ഉള്ളതും കൂടി ഉണ്ട്. അതായത് നിങ്ങൾക്കിത് അറിഞ്ഞിരിക്കേണ്ട ഒരു വീഡിയോസാണ്. അതായത് ഋതുകാലത്ത് ആദ്യം 4 ദിവസങ്ങളും പിന്നെ ഏകാദശി, ത്രയോദശി തുടങ്ങിയ 2 നാളുകളും ഒഴികെ സ്ത്രീഗമനം നടന്നാൽ സന്താന കാരണമാകുമെന്ന് സ്മൃതിവചനം പറഞ്ഞിരിക്കുന്നത്. അതായത് നമ്മുടെ ഈ സ്ത്രീഗമനം എന്ന് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊന്ന് മനസ്സിലാക്കുക, നമ്മളുടെ ഒരു സ്ത്രീയും പുരുഷനും ഗമിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു ജീവിതത്തിലേക്ക് അവർ ഒന്നാവണ സമയം എന്നാണ് ആചാര്യം ഉദ്ദേശിക്കുന്നത്. അതേപോലെ തന്നെ ഇതിൽ 6, 8, 10 എന്നിങ്ങനെ ഇരട്ട നാളുകളിൽ ഗർഭധാരണം നടന്നാൽ, പുത്രനും 5, 9 എന്നിങ്ങനെ നാളുകളിൽ നടന്നാൽ സ്ത്രീ സന്താനവും ജനിക്കുമെന്നും മനുസ്മൃതിയിൽ പറയുന്നുണ്ട്. കറുത്തവാവ്, വെളുത്തവാവ് ദിവസങ്ങളും ഗർഭധാരണത്തിന് അശുഭമായതിനാൽ ആ ദിവസങ്ങളും സന്തതി പ്രാപ്തിക്ക് സ്ത്രീഗമനം നടന്നത് ഒഴിവാക്കണം എന്നും പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഋഗ്വേദത്തിലെ പ്രസിദ്ധമായ പുരുഷസൂക്തം ജപിച്ച് പവിത്രമാക്കിയ നെയ്യ് ഗർഭകാലം 90 ദിവസമാകുന്നതിന് മുമ്പ് സ്ഥിരമായി ഗർഭിണികൾക്ക് നൽകിയാൽ പുരുഷ സന്താനപ്രാപ്തി ഉണ്ടാകുമെന്നാണ് വിശ്വാസം പറയണത്. ഞാനല്ല പറയണത്, അതും കൂടി നിങ്ങൾ മനസ്സിലാക്കുക. അതായത് ഋഗ്വേദത്തിലെ പ്രസിദ്ധമായ പുരുഷസൂക്തം ജപിച്ച് പവിത്രമാക്കിയ നെയ്യ് ഗർഭകാലം 90 ദിവസമാകുന്നതിന് മുമ്പ് സ്ഥിരമായി ഗർഭിണികൾക്ക് നൽകിയാൽ പുരുഷ സന്താന പ്രാപ്തി ഉണ്ടാകുമെന്ന് വിശ്വാസം. കാരണം വെച്ചാൽ 3 മാസം കഴിഞ്ഞാലേ ഈ സ്ത്രീയാണോ പുരുഷനാണോ എന്നുള്ളത് നിഗമനത്തിലേക്ക് എത്താൻ പറ്റൂ എന്നാണ് പറയണത്. അപ്പോൾ അതേപോലെ തന്നെ ഇതേ സൂക്തം ജപിച്ച് വെണ്ണ സേവിച്ചാൽ, അതായത് നമ്മൾക്ക് മക്കളില്ലാത്ത വന്ധ്യതകളായ സ്ത്രീകൾ ഗർഭം ധരിക്കുമെന്നും ഒരു വിശ്വാസം പറയണതുണ്ട്. അതേപോലെ തന്നെ ഗർഭകാലത്ത്, പ്രത്യേകിച്ച് ഗർഭത്തിൽ ആദ്യകാലങ്ങളിൽ ഏറെ, അതായത് ഗർഭകാലത്ത് പ്രത്യേകിച്ച് ഗർഭസമയത്ത് ആദ്യകാലങ്ങളിൽ ഏറെ സ്വാധികമായ ജീവിതമാണ് മാതാവ് നയിക്കേണ്ടത്. സ്മൃതികളും ആയുർവേദാചാര്യന്മാരും എടുത്തു പറയുന്നുണ്ട്. അതായത് പ്രസ്തുത ഘട്ടത്തിൽ അമ്മയുടെ മനസ്സിൽ ഉണ്ടാകുന്ന വികാര വിക്ഷോഭങ്ങൾ കുട്ടിയുടെ മാനസിക വളർച്ചയെ സ്വാധീനിക്കും. അതായത് ദേഷ്യം, മുൻകോപം, എടുത്തുചാട്ടം, ഭയം, വെറുപ്പ്, വിദ്വേഷം, അമിത ദുഃഖം, അമിത ഉത്കണ്ഠ, അമിത ഉറക്കം, പകലുറക്കം, ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ വഹിക്കുമ്പോൾ നമ്മുടെ അല്ലെങ്കിൽ ഗർഭ സമയത്ത് നമ്മുടെ കുഞ്ഞിനെ ബാധിക്കും എന്നുള്ളതും കൂടി മനസ്സിലാക്കുക. അതുപോലെ തന്നെ പല സന്ദർഭങ്ങളും കഴിയുന്നതും കാലഘട്ടത്തിൽ ഒഴിവാക്കണം. അത് ഇങ്ങനെയുള്ള കാലഘട്ടങ്ങളിൽ ഇങ്ങനെ വരുന്ന സന്ദർഭങ്ങൾ ഒഴിവാക്കണം. അമിത യാത്ര ഒഴിവാക്കണം. ഇവ ഒഴിവാക്കി മനസ്സിൽ സ്വാധീനഭാവത്തിൽ ദേവീ ചൈതന്യം, അതേപോലെ തന്നെ ഈശ്വരാധീനം അങ്ങനെയൊക്കെ ചെയ്യാൻ ശ്രമിക്കുക. പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ചെയ്യാം. അതേപോലെ തന്നെ ചില അനുഷ്ഠാനങ്ങളും കൂടി ഞാനിവിടെ പറയുകയാണ്. അതായത് ചില ഗർഭിണികൾ, അതായത് ഗർഭിണി അനുഷ്ഠിക്കേണ്ട ചില വിലക്കുകളും ആചാരവിശ്വാസങ്ങളും ചൂടെ ചേർക്കുന്നുണ്ട്. ഞാൻ പറയുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു തരാം എങ്ങനെയാണെന്നുള്ളത്. ഓരോന്നിൻ്റെ ശാസ്ത്രീയമായ യുക്തിഭദ്രത വളരെ വ്യക്തമാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ എന്തൊക്കെയാണ് നമ്മളൊരു ഗർഭിണികൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ നോക്കാം നമുക്ക്. ഗർഭിണികൾ മരണ വീട്ടിലും ശവശരീരങ്ങളുടെ സമീപത്ത് പോകാൻ പാടില്ല എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. അതേപോലെ തന്നെ രക്തം, അവയവിഷ്ടങ്ങൾ എന്നിവയുള്ള വസ്തുക്കളുടെ സ്ഥലങ്ങൾ ഒഴിവാക്കണം. രക്തം, അവിഷ്ടങ്ങൾ, അതായത് അവയവങ്ങളുടെ അവശിഷ്ടങ്ങൾ കിടക്കുന്ന സ്ഥലത്തൊന്നും പോകാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. അതെല്ലാം പറയുന്നത് നമ്മുടെ മനസ്സിലേക്ക് ഭയപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. അതൊരു ബുദ്ധിമുട്ടിലേക്ക് വരാം. മാനസികമായിട്ട് നമ്മൾ കിടക്കുമ്പോൾ ചിലപ്പോൾ കിടക്കുന്ന സമയത്ത് നമ്മൾ മനസ്സൊക്കെ അതിലേക്ക്, ആ ചിന്തയിലേക്ക് വരാം. അത് കൊച്ചിന് ഗർഭസമയത്തൊക്കെ ബാധിക്കുമെന്നാണ് പറയണത്.
അതുപോലെ തന്നെ പകലുറക്കം വളരെ ഒഴിവാക്കണം. പകലുറക്കം രാത്രി ഉറക്കമില്ലായ്മ വന്നു കഴിഞ്ഞാൽ അത് ശരീരത്തിനെ ബാധിക്കാം. പിന്നെ സർപ്പങ്ങളുള്ള സ്ഥലങ്ങളിലൂടെ യാത്ര ചെയ്യുക, സർപ്പങ്ങൾ ഉപദ്രവിക്കുക, മറ്റ് ജീവികളെ കൊല്ലുക അരുത്. കാരണം നമ്മളൊരു കുഞ്ഞിന് ജന്മം കൊടുക്കുന്ന സമയത്ത് നമ്മൾ അങ്ങനെ അത് വളരെ ശ്രദ്ധയോടു കൂടി തന്നെ കാര്യങ്ങൾ ചെയ്യാം. രാത്രിയിൽ ചെറിയ ദീപം തെളിക്കുക, ലൈറ്റിൻ്റെ വെട്ടമല്ല ഉദ്ദേശിക്കുന്നത്. ചെറിയ ചിമ്മിണി വിളക്കിലോ അല്ലെങ്കിൽ നിലവിളക്കിലോ ഒരു തിരിയിട്ട് എപ്പോഴും നമ്മുടെ നമ്മൾ കിടക്കുന്ന ഏതെങ്കിലും സൈഡിൽ ഒരു ചെറിയ ദീപം കത്തിച്ചിരിക്കണം. നമ്മൾ ചിമ്മിണി വിളക്കായാലും കുഴപ്പമില്ല, ഒരു ദീപം കത്തിച്ചിരിക്കണം എന്നാണ് ആചാര്യം പറയണത്. കാരണം അവിടെ ഒരു പോസിറ്റീവ് അന്തരീക്ഷം കണ്ട് എപ്പോഴും ദീപത്തിൻ്റെ അന്തരീക്ഷം അവിടെ നെഗറ്റീവ് ഉണ്ടാവില്ല എന്നും കൂടി മനസ്സിലാക്കുക. രാത്രി വൈകി പുറസഞ്ചാരം പാടില്ല. വൈകിയുള്ള രാത്രി പുറസഞ്ചാരം, പ്രത്യേകിച്ച് ചൊവ്വ വെള്ളി ദിവസങ്ങളിലാണ് ഈ കാര്യങ്ങൾ പറയണത്. അതേപോലെ തന്നെ ഒഴുകുന്ന നദി, നമ്മൾ എപ്പോഴും ഒഴുകുന്ന നദിയിൽ ക്രോസ് ചെയ്യാൻ പാടില്ല, അത് മുറിച്ച് കടക്കരുത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയും ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ അതുപോലെ തന്നെ തെക്കേ പടിമേൽ ഇരിക്കരുത് എന്നാണ് പറയുന്നത്. ഇതൊക്കെ പണ്ടത്തെ ആൾക്കാരൊക്കെ നിങ്ങൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പണ്ടത്തെ അന്മമാർ, വയസ്സായ കാരണന്മാരൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടാവണം. നിങ്ങൾക്ക് അത് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഗ്രഹണം അതായത് സൂര്യഗ്രഹണ സമയത്ത്, ചന്ദ്രഗ്രഹണ സമയങ്ങൾക്കൊക്കെ മറ്റും പുറത്തിറങ്ങാൻ പാടില്ല എന്നുള്ളതും കൂടി ശ്രദ്ധിക്കേണ്ടതാണ്. അതേപോലെ തന്നെ പിന്നെ പറയാനുള്ള ഇത്രയും കാര്യങ്ങളാണ് ഈ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. പിന്നെ പറയാനുള്ളത് മൈഥുനം, പ്രത്യേകിച്ച് മൈഥുനം എന്ന് പറയുന്നത് നമ്മൾ പുരുഷനും സ്ത്രീയും ഒന്നാവണ സമയമാണ് ഈ മൈഥുനം എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് അമിത മൈഥുനം ഒഴിവാക്കണം എന്നും പറയുന്നുണ്ട്. ഇത് ആധുനിക ശാസ്ത്രം ഒരിക്കലും അംഗീകരിക്കില്ല. അത് അമിതമായ മൈഥുനം ബന്ധപ്പെടുന്നത് ഒഴിവാക്കണം. അതേപോലെ തന്നെ ആദ്യ നാളുകളിൽ, അതായത് ഗർഭത്തിൻ്റെ ആദ്യ നാളുകളിൽ അമിത സ്ത്രീ പുരുഷ ബന്ധമുണ്ടാകുന്ന ഗർഭത്തിന് ബുദ്ധിമുട്ട് അല്ലെങ്കിൽ അതിനൊരു ബുദ്ധിമുട്ട് വരാം എന്നുള്ളത് കൊണ്ട് ഇടയാക്കുന്നുണ്ട്. അതും ശ്രദ്ധിക്കേണ്ടതാണ്. അതേപോലെ തന്നെ അമിതമായ ഭാരം ചുമക്കുക എന്നിവ അരുത്. ശാരീരിക ആയാസം വരുത്തുന്ന കഠിന ജോലി അരുത്. വായു സഞ്ചാരം കുറയ്ക്കുന്ന കട്ടിപ്പുതപ്പും മറ്റും കൊണ്ട് ശരീരം മൂടരുത്. അതേപോലെ തന്നെ മലമൂത്രാദി വേഗങ്ങളെ തടയരുത്. മലമൂത്രാദികളെ നമുക്ക് വരുന്ന സമയത്ത് പിടിച്ച് നിർത്തരുത് എന്നാണ് ആചാര്യം പറഞ്ഞിരിക്കുന്നത്. അതായത് ഉഷ്ണവും ഗുരുവുമായ ഭക്ഷണം, ചൂടോട് കൂടിയുള്ള ഭക്ഷണം അത് ഒഴിവാക്കണം. അമിതമായ ചൂടുള്ള ഭക്ഷണം കഴിക്കരുത്. പിന്നെ ആഴമുള്ള കുളമോ സ്ഥലമോ അല്ലെങ്കിൽ കിണറോ അങ്ങനെയുള്ള സ്ഥലം നോക്കരുത്. അവിടെ ആന്തലും ഉണ്ടാകാം. അല്ലെങ്കിൽ നമ്മൾ അങ്ങനെയുള്ള പറയില്ല, നമ്മളെ കാണാൻ ടൂറിസ്റ്റൊക്കെ പോകുമ്പോൾ മലയോര പ്രദേശങ്ങളൊക്കെ ഇപ്പോൾ അവിടെ ഇങ്ങനെ ഉണ്ടാവില്ല. എന്നിരുന്ന് കഴിഞ്ഞാലും അങ്ങനെ യാത്ര കിണറുകൾ ആഴത്തിൽ നോക്കി ഭയപ്പെടണം. അതും ഗർഭത്തിന് ബുദ്ധിമുട്ട് വരാം എന്നാണ് ആചാര്യം പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ അധികം രക്തം വാർന്നു പോകാനിട വരുന്ന സമയമാണ്. അതുകൊണ്ട് ആ സമയത്ത് കൂടുതലുണ്ടെങ്കിൽ ഡോക്ടറെ സമീപിക്കുക എന്നും കൂടി മനസ്സിലാക്കുക. നേരെ മലർന്ന് കിടക്കാൻ പാടില്ല ഗർഭിണിയായ സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. പിന്നെ അതേപോലെ തന്നെ തീക്ഷ്ണമായ ഔഷധങ്ങൾ, വ്യായാമം എന്നിവ പാടില്ല. അമിതമായ വ്യായാമം പാടില്ല. ശരീരം എപ്പോഴും കെയറോട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പൊതുവായിട്ട് ചെറിയ രീതിയിൽ പറഞ്ഞു തരാനുള്ളത്. അപ്പോൾ ദുർഗ യൂട്യൂബ് ചാനൽ യൂട്യൂബ് ചാനൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്ത്, ഇതൊന്നും ഞാൻ പറഞ്ഞതല്ല എന്നും കൂടി മനസ്സിലാക്കുക. ഇതെല്ലാം ഓരോ ഗ്രന്ഥങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. അല്ലാണ്ട് ഞാൻ പുതിയതായിട്ട് മാനത്തുനിന്ന് എഴുതി ഉണ്ടാക്കിയൊരു കാര്യമില്ല. ആചാരം പറഞ്ഞിരിക്കണ നമ്മളുടെ കാര്യങ്ങളാണ്, കുറച്ച് മാത്രമാണ് വിശദീകരിക്കുന്നത്. ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് പറയാൻ. അപ്പോൾ ഓരോ കാര്യങ്ങൾ ഇതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ അടുത്ത വീഡിയോസുമായിട്ട് വീണ്ടും വരാം. നന്ദി, നമസ്കാരം.